മുൻ ഡിവൈഎഫ്ഐ നേതാവ് അജിത്തിനെതിരെ CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ സൈബർ ആക്രമണം നടത്തുന്നതായി പരാതി. നോവൽ എഴുതാൻ താൻ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ മുറിയെടുത്ത് താമസിക്കുകയും മുറിവാടക നൽകിയ ശേഷം അവിടെ നിന്നിറങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ മുറിവാടക അടക്കാതെ മുങ്ങി എന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സായന്ത്, അഖിലേഷ് എന്നിവർ തനിക്കെതിരെ പ്രചരണം നടത്തുന്നത്. പാർട്ടിയിലെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ച് പ്രതികരിച്ചതിനാണ് തന്നെ ഇത്തരത്തിൽ ദ്രോഹിക്കുന്നതെന്ന് അജിത്ത് പറഞ്ഞു. ആരെങ്കിലും മുന്നോട്ട് വന്നില്ലെങ്കിൽ ആര് ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മെസ്സേജുകളാണ്. ഞാൻ വലിയ ആവേശത്തിലൊന്നുമല്ല കാണുന്നത്. അപ്പം ഇതിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, വ്യക്തിഹത്യ നടത്തിയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങൾ കേരളത്തിൽ എത്ര വിഷയം നോക്ക്, ഇപ്പോൾ സമകാലീനമായിട്ടുള്ള എത്ര രാഷ്ട്രീയ വിഷയങ്ങൾ, അതിലൊക്കെ എന്താ നിലപാട്? നമ്മളൊക്കെ എടുക്കുന്ന നിലപാടെന്താ? ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, ഞാൻ ഇതിന് മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല. ആ വിഷയത്തിൽ എല്ലാവരും പറഞ്ഞ് എന്താ, വ്യക്തിഹത്യ പാടില്ല, ഇരകളെ അറ്റാക്ക് ചെയ്യരുത് എന്ന് വാദോരാതെ സംസാരിക്കുന്ന ആളുകൾ ഇതിനൊന്നും മറുപടി പറയാതെ വ്യക്തിഹത്യയിലേക്ക് പോവുക, കുടുംബത്തെ തകർക്കുക എന്ന് പറയുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എനിക്ക് സൂചിപ്പിക്കുകയാണ്, ഞാൻ പറഞ്ഞു, ഇതൊരു വിശദമായിട്ട് വാർത്താ സമ്മേളനമൊന്നുമല്ല, സത്യസന്ധത നിങ്ങളെ മൂലം ബോധ്യപ്പെടുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് ഞാൻ പോയതിനെ സംബന്ധിച്ചിട്ട് ദേശാഭിമാനിൽ വന്ന വാർത്ത, ഈ പുലർച്ചെ ആരുമില്ലാത്ത സമയത്ത് ഇറങ്ങി ഒളിച്ച് ഈ പാത്തും പതുങ്ങിയും രക്ഷപ്പെട്ടു പോയിന്നാണ് വാർത്ത വന്നത് ദേശാഭിമാനിൽ. ഇന്നത് വന്നിട്ടില്ല. ഇന്ന് ഒരുപാട് മാറ്റം വരുത്തിയിട്ടാണ് ഇന്നത്തെ വാർത്ത വന്നിട്ടുള്ളത്. കാശടച്ചു, പരാതി വന്നതിന് ശേഷം കാശടച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത ചുരുക്കിയിട്ടാണ് വന്നത്. അപ്പോൾ അത് ഈ ഗസ്റ്റ് ഹൗസ് മാനേജർ ഇവരുമായിട്ട് സംസാരിച്ചിട്ട് ഇവർ ഡിഫോമേഷൻ കേസ് പോയാൽ ഞാൻ മനസ്സിലാക്കുന്നതാണ്, സത്യസന്ധമായിട്ട് ഞാൻ കാര്യങ്ങൾ പറയേണ്ടി വരും എന്നൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഈ മാറ്റം വന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെ വ്യക്തിഹത്യ നടത്തുകയും തൻ്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുകയുമാണെന്നും ഇതിനെ നേരിടുക തന്നെ ചെയ്യുമെന്നും അജിത്ത് പറഞ്ഞു. മിഡ്കോ, ദി നെറ്റ് സോഫ്റ്റ്വെയർ പാർക്ക്, താണ, കണ്ണൂർ.